ഇത്രയും വലിയ വിവാദമായ സാഹചര്യത്തിൽ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് കൃഷ്ണപ്രഭ രംഗത്ത് വരുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചത്? മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പരാമർശം വിവാദമായതിന് പിന്നാലെ വിശദീകരണം നൽകുകയുണ്ടായി കൃഷ്ണപ്രഭ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ആളുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. നല്ല കട്ടിയാണല്ലേ. പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കരുതെന്നും പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും കൃഷ്ണപ്രഭ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഇപ്പൊ കിടന്ന് ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല. അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരാള് പോലും വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സാണല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. അത് പിന്നെ അങ്ങ് വളർന്ന് എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? പിടിച്ച നായ്പ പുതിയ കഥ ഇറക്കാപ്പ. ഇങ്ങനെ വേണം എന്നുള്ളത് അവരുടെ ഇഷ്ടം. പഴയ അവസ്ഥ തന്നെയാണ് ഇപ്പൊ പല ഓവർ തിങ്കിങ്, മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേർഡ്സ് ആയിട്ട് വരുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുള്ളത്. ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഓക്കെ, ആളുകൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്റെ പരാമർശത്തെ വളച്ചൊടിച്ചതാണ്, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നെന്നും താൻ പറഞ്ഞതിൽ യാതൊരു തെറ്റും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നും ഒക്കെയാണ് കൃഷ്ണപ്രഭ പറയുന്നത്. അല്ലെ, എന്താ അവരോടൊക്കെ പറയാം? ഇതിനിപ്പോ വിവരമില്ലായ്മ എന്നല്ല, അഹങ്കാരം എന്നാണ് പറയുന്നത്. എവിടെ നിന്ന് കിട്ടി ഇതിനെ? ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള മറുപടികൾ വരുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ലോകം മുഴുവനും അംഗീകരിച്ച ഒരു മാനസിക അസുഖമാണ് ഈ ഡിപ്രഷൻ. എവിടെ കിടക്കുന്ന കൃഷ്ണപ്രഭ വന്നിട്ട് ഇങ്ങനെ ഒരു അസുഖമേ ഇല്ല, ഇതൊക്കെ വട്ടിന് പകരം കണ്ടെത്തിയ പുതിയ പേര് മാത്രമാണെന്നൊക്കെ പറഞ്ഞ അത് കേൾക്കുന്നവർ കൃഷ്ണപ്രഭയെ ചൂണ്ടി നിന്ന് വട്ടാണെന്ന് പറയും. അത്രയേ ഉള്ളൂ. മെഡിക്കൽ സയൻസിനെ പോലും ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് കൃഷ്ണപ്രഭ അവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും ആളുകൾ അവരുടെ സ്റ്റേറ്റ്മെന്റിനെതിരെ സംസാരിച്ചിട്ടും താങ്കളുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടും കൃഷ്ണപ്രഭക്ക് തന്റെ തെറ്റ് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ചോദിക്കേ, അത് സാരമില്ല, അത് കിട്ടും. പോലെ മനസ്സു സുന്ദര വേള സുരാ